ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ 60% മിക്സികൾക്കും വരുന്ന ഒരു കംപ്ലൈന്റ് ആണ്. അതിന്റെ കട്ട് ഓഫ് സ്വിച്ച് കേടായി പോവുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ കട്ട് ഓഫ് സ്വിച്ച് എന്ന്. മിക്സിയുടെ താഴെ ഭാഗത്ത് കാണുന്ന ഒരു ചുവന്ന നിറത്തിൽ അല്ലെങ്കിൽ ഒരു നീല നിറത്തിലൊക്കെയുള്ള പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു സ്വിച്ച് കാണുന്നില്ലേ, അതിനെയാണ് കട്ട് ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓവർലോഡ് പ്രൊട്ടക്ടർ എന്നൊക്കെ പറയും. നമ്മുടെ മിക്സിയിൽ അധികമായിട്ട് എന്തെങ്കിലുമൊക്കെ അടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സി സ്റ്റെക്കായി പോകുന്നത് കാണാം. ഈ സമയത്ത് നമ്മൾ ഈ സ്വിച്ച് അമർത്തിയിട്ടാണ് നമ്മൾ മിക്സി വർക്ക് ചെയ്യിക്കുന്നത്. ഇങ്ങനെ സ്വിച്ച് അമർത്തിയിട്ടും ഈ മിക്സി വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഇനി ഞാൻ പറയുന്ന വീഡിയോസ് ഒന്ന് കാണുക. അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരു 60% മിക്സികളുടെയും കംപ്ലൈന്റ് മിക്കവാറും ഇത് തന്നെ ആണ് ആവാറ്. ഇനി കാണുന്ന വീഡിയോയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ വീട്ടമ്മമാർക്ക് വരെ 1 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മിക്സി ശരിയാക്കിയെടുക്കാം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇത് ശരിയാക്കുക എന്ന് വീഡിയോയിലൂടെ കാണാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ മിക്സിയുടെ വയർ എടുത്തിട്ട് പ്ലഗിൽ കൊടുത്തു. അതിനുശേഷം സ്വിച്ച് ഇട്ടു. സ്വിച്ച് ഇട്ടതിന് ശേഷം മിക്സിയിൽ കാണുന്ന റോട്ടറി സ്വിച്ച് ഒന്ന് തിരിച്ച് നോക്കുകയാണ്. ഇപ്പോൾ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ മിക്സി ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഇനി നമുക്ക് മിക്സിയുടെ കേസ് ഒന്ന് അയച്ചു നോക്കണം. അതിനായിട്ട് ഞാൻ നേരത്തെ കുത്തിയ ആ മിക്സിയുടെ വയർ പ്ലഗിൽ നിന്നും റിമൂവ് ചെയ്തു. അപ്പോൾ ഈ മിക്സിയുടെ താഴെ കാണുന്നതാണ് കട്ട് ഓഫ് സ്വിച്ച് അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കർ എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ നമുക്ക് ഈ കേസ് ഊരിയിട്ട് അതിലുള്ള ആ കട്ട് ഓഫ് സ്വിച്ചിലേക്ക് വരുന്ന 2 വയർ തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് 4 ഭാഗത്തുള്ള സ്ക്രൂ അയച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ 4 സ്ക്രൂ അയച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേസ് ഒന്ന് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുമ്പോൾ കുറേ വയറുകൾ കാണും. നമുക്ക് വേണ്ടത് ഈ കട്ട് ഓഫ് സ്വിച്ചിലേക്ക് വരുന്ന ഈ 2 വയർ മാത്രമാണ്. അപ്പോൾ ഈ വയറുകൾ തമ്മിൽ ഈ വയർ റിമൂവ് ചെയ്തിട്ട് ഇത് തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. കട്ട് ഓഫ് സ്വിച്ചിൻ്റെ 2 ലെഗിലേക്കുമുള്ള വയറുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വയറിലും ഒന്ന് പിടിച്ച് വലിച്ചു കൊടുത്താൽ മാത്രം മതി. അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് അയച്ചെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ 2 വയറുകളും അയച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 വയറിൻ്റെയും അറ്റത്ത് കാണുന്ന ഈ ക്ലിപ്പുകൾ തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് തമ്മിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, അതവിടെ ജോയിൻ്റ് ആകുന്നത് കാണാം. അതിനുശേഷം ഇൻസുലേഷൻ ടാപ്പ് എടുത്തിട്ട് നല്ലോണം കമ്പിയൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ചുറ്റി കൊടുക്കുക. ഇപ്പോൾ വയറിൻ്റെ 2 ക്ലിപ്പുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്തു. അതിനുശേഷം ഇൻസുലേഷൻ ടാപ്പ് ഇട്ട് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കേസിൻ്റെ പുറത്തേക്ക് ആവാത്ത രൂപത്തിൽ കേസിൻ്റെ അകത്താക്കിയിട്ട് നേരത്തെ റിമൂവ് ചെയ്ത കേസ് ഒന്ന് ഇതിൻ്റെ മുകളിലൊന്ന് മൂടി കൊടുക്കണം. അതിനുശേഷം സ്ക്രൂ ചെയ്യാതെ തന്നെ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുക, വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. ഇപ്പോൾ ഞാൻ വയറൊന്ന് പുറത്ത് കാണാത്ത രൂപത്തിൽ കേസൊക്കെ ഇട്ട് നല്ലോണം മൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വയറൊന്ന് എടുത്തിട്ട് പ്ലഗിൽ കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ വയർ എടുത്തിട്ട് പ്ലഗിൽ കൊടുത്തു. അതിനുശേഷം പ്ലഗിൻ്റെ അടുത്തുള്ള സ്വിച്ച് ഇട്ടു. സ്വിച്ച് ഇട്ടതിന് ശേഷം നമ്മുടെ മിക്സിയിലുള്ള റോട്ടറി സ്വിച്ച് ഒന്ന് തിരിച്ചു നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ മിക്സിയുടെ വയറ് പ്ലഗിൽ നിന്നും റിമൂവ് ചെയ്ത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ ഷോക്ക് അടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ സ്വിച്ച് നമുക്ക് ഇലക്ട്രോണിക്സ് ഷോപ്പുകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് കൊണ്ടുവന്ന് ഒന്ന് ഫിറ്റ് ചെയ്താൽ മതി. അതിനായിട്ട് നിങ്ങൾ ആദ്യം ആ നിലവിലുള്ള സ്വിച്ച് ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. ആ സ്ഥാനത്ത് ഈ സ്വിച്ച്
വെച്ചതിന് ശേഷം 2 വയർ അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഏത് വയറും കണക്ട് ചെയ്യാം. 2 വയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഏത് വയർ ഏത് ലെഗിലും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.